ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് അമൃതം പൊടി കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കിയാലോ. നമ്മൾ വീട്ടിൽ സ്ഥിരം യൂസ് ചെയ്യുന്ന ചായ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിൽ ഒരു 1.5 കപ്പ് അമൃതം പൊടി എടുക്കുക. എന്നിട്ട് അത് 3-4 വട്ടം നന്നായിട്ട് അരിച്ചെടുക്കുക. ആ സെയിം ഗ്ലാസ് തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും ഒരു മുട്ടയും, മുട്ടയുടെ മണം വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ഏലക്കായും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വാനില എസൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ബേസിക് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എത്ര പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കാം, അതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഹോർലിക്സും ഒരു 1/4 സ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതാണ് ഇതിൻ്റെ ബേസിക് ബാറ്റർ. പിന്നെ ഒരു പിഞ്ച് സോൾട്ടും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ വീഡിയോ കാണിക്കാൻ വിട്ടുപോയി. എന്നിട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന അമൃതം പൊടിയും കൂടി ബാറ്ററിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഒരു അലങ്കാരത്തിന് വേണ്ടി ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കാഷ്യൂസ് എല്ലാം കൂടി ചേർക്കുക. നമ്മൾ എന്നിട്ട് ഒരു വലിയ പാത്രം, അതായത് ഒരു പാത്രം ഇറക്കി വെക്കത്തക്ക രീതിയിലുള്ളൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിനകത്ത് 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് തിരികെ എന്നൊക്കെ പറയുന്നൊരു ഐറ്റം ഉണ്ട്. ആ സാധനം വെച്ച് അതിൻ്റെ പുറത്ത് ഈ പാത്രം വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. കാരണം ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. എന്നിട്ട് നമ്മൾ അതിനകത്തൊരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്യാം. പക്ഷേ ഗൈസ്, എനിക്കൊരു അബദ്ധം പറ്റി. അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടത്തരമായിട്ടൊരു അബദ്ധം പറ്റി. ഞാൻ അതിനകത്ത് ബേക്കിംഗ് പൗഡർ ഇടാൻ മറന്നുപോയി, അതായത് നമ്മുടെ സോഡാപ്പൊടി. പിന്നെ ഞാൻ ഈ ബാറ്റർ തിരിച്ചെടുത്ത് വീണ്ടും ഒഴിച്ച് അതിനധികം ബേക്കിംഗ് പൗഡർ ഇട്ട് വീണ്ടും ഞാൻ അടുപ്പിൽ വെച്ചു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്തായാലും കുക്കിങ് ചെയ്താൽ 2-3 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ അത് ഓർത്തത്. പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടി കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു അബദ്ധമായിപ്പോയി. എന്തായാലും ഞാൻ മിക്സ് ചെയ്ത് കേക്ക് ബേക്ക് ആവുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചെടുത്തു. അപ്പോൾ ഇത് എന്നിട്ട് നമ്മുടെ മേളിലൊരു വെയിറ്റും വെക്കണേ. ഒരു 45 മിനിറ്റ് നമ്മൾ മാക്സിമം ഇത് കുക്ക് ചെയ്യാൻ ലോ ഫ്ലെയിമിൽ വെക്കണം. 45 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് എടുത്തൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു നൈഫോ വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം ഫുൾ ഭാഗം വെന്തോന്ന്. പക്ഷേ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് നന്നായിട്ട് ബൾജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരുന്നു, ഒരു വേസ്റ്റേജ് പോലും വന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ഞാൻ ഇനിയും ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള ഹെൽത്തി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു 10-15 മിനിറ്റ് നമ്മൾ തണുക്കാനായിട്ട് അനുവദിക്കണം കേട്ടോ. അപ്പോൾ ഈ പേപ്പറൊക്കെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മേളിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും. എന്നിട്ട് ഇത് നല്ല കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തു. അകവും എല്ലാം സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ.